അങ്ങനെ മഴ തുടങ്ങി, പനിയുടെ സീസൺ തുടങ്ങി. ജാനിക്കുട്ടനൊരു ജലദോഷം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുടക്കത്തിലേ കൊണ്ട് കാണിക്കാമെന്നുള്ള ഒരു ഐഡിയയിൽ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലോട്ട് വിട്ടു. ശരിക്കും പറഞ്ഞാൽ വൈകിട്ട് 5 മണി 5:30 ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേക്കും ആകെപ്പാടൊരു വിജനതയാണ് കാണാൻ പറ്റിയത്, പ്രത്യേകിച്ച് OPയിലെ ആ ഒരു ഏരിയയിൽ കേട്ടോ. അങ്ങനെ അവിടെ എത്തി, വെയിറ്റ് എടുത്തു, ഡോക്ടറെ കണ്ടു. അപ്പോൾ ചെറിയ ജലദോഷമാണ്, ക്ലൈമറ്റ് മാറിയതിൻ്റെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അതോടുകൂടി തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. തിരിച്ച് മരുന്നൊക്കെ മേടിച്ചുകൊണ്ട് വന്നപ്പോൾ അച്ഛൻ വന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയതുകൊണ്ട് തന്നെ പിന്നെ മൊത്തത്തിൽ എനിക്കൊരു വിജനത ഫീൽ ചെയ്തു. അവിടെ ഒരു മനുഷ്യനുണ്ടായിരുന്നില്ല. എനിക്ക് പൊതുവെ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ വർത്തമാനം പറയാൻ ഭയങ്കര മടിയാണെങ്കിലും ആരും ഇങ്ങനെ കാണാതിരിക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെയോ ഓടിച്ചാടി താഴെ എത്തിയപ്പോഴത്തേക്കും പിന്നെ ഒരാൾത്തിരക്കും ജനക്കൂട്ടമൊക്കെ കാണാനായിട്ട് പറ്റി. കാരണം താഴെ എത്തിക്കഴിയുമ്പോഴത്തേക്കും പിന്നെ കാഷ്വാലിറ്റിയുടെയും അങ്ങനെയുള്ള ഏരിയ ആണല്ലോ വരുന്നത്. എന്തായാലും ഇവിടെ വരെ പോയതല്ലേ, ഒരു കാപ്പിയും കുടിച്ച് ഒരു ബൺ മസ്കയും കഴിച്ചിട്ട് പോരാന്ന് വിചാരിച്ചു. ജാനപ്പിന് ഒരു ബൺ മസ്കയും ഞങ്ങൾക്ക് ഓരോ കാപ്പിയും. എൻ്റെ ബേബി ഹെയർസ് ഇങ്ങനെ എഴുന്നേറ്റ് അങ്ങ് നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോൾ തീരെ അടങ്ങിയിരിക്കുന്നില്ലെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ഞങ്ങളങ്ങനെ ഡോക്ടറെ കണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു. എന്നാൽ പിന്നെ നല്ല ചിക്കൻ ഫ്രൈയും ദോശയൊക്കെ കൂടി മേടിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. ഇത് ഞങ്ങളുടെ ഒരു സ്ഥിരം സ്പോട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാനിത് കാണിച്ചിട്ടുണ്ടായിരുന്നു.